ഹായ് ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ടും ഇടുക്കി ഡാമും കാണാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ യാത്രയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, പോകുന്ന വഴിക്ക് കുളമാവ് ഡാമും കൊണ്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷേ അവിടെ സുരക്ഷാ മേഖല ആയതുകൊണ്ട് ഫോട്ടോ ഷൂട്ടിങ്ങും ഫോട്ടോഗ്രാഫി എല്ലാം നിരോധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം അവിടുത്തെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. കാരണം നമ്മൾ നേരെ തന്നെ കാൽവരി മൗണ്ടിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത്.
നല്ല കോടമഞ്ഞുള്ള സമയത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. കോട കാരണം മൊത്തം മൂടി നിൽക്കുമായിരിക്കും. അപ്പൊ നമ്മൾ ചെറുതോണി ടൗണിലാണ് അവിടെ നമ്മൾ അടുത്തത് ഇടുക്കി ഡാം കാണാനായിട്ടാണ് പോകുന്നത്. ഇടുക്കി ഡാമിൻ്റെ എൻട്രി അല്ല, ആ ഹിൽ വ്യൂ പോയിലൂടെ കാണാൻ പറ്റിയ ഏറ്റവും ടോപ്പിക് നമ്മുടെ ഇടുക്കി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തേക്കടെ തന്നെയാണ് ആ വഴിയുള്ളത്. ഇവിടെ കടലാസ് ചെടി, ബോഗൻ വില്ല എന്നൊക്കെ അറിയപ്പെടുന്ന ചെടികളൊക്കെ ഒരു നട്ടിട്ടുണ്ട്. പലതരം ചെടികളെല്ലാം പൂത്തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വാനരന്മാരും ഉണ്ട് കേട്ടോ മേളിക്കടയൊക്കെ. അപ്പോൾ അത് കാരണം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫോണും പിന്നെ ഗ്ലാസ്സൊക്കെ വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ അറിയത്തില്ല. പിന്നെ അത്യാവശ്യം കയറ്റമായിട്ടുണ്ട് കേട്ടോ. പകുതി കയറി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം പ്രായമായ ആൾക്കാരൊക്കെ ആണെങ്കിൽ മടുത്തു പോകും. കുത്തനെയുള്ള കയറ്റം അല്ലെങ്കിലും കയറ്റം കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ചെവിയൊക്കെ അടയും. അപ്പം നമുക്കത് അറിയാൻ പറ്റും. അവിടെ നടന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ടോപ്പിട്ട് കയറും തോറും ചെവികൾ ഇങ്ങനെ അടഞ്ഞു. അത് ഇവിടെ എത്തിയിട്ടുണ്ട്, എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രി പാസ് വരുന്നതും 25 രൂപയാണ്. ഇവിടെ ക്യാഷ് എടുക്കുന്നതാണ്. ഇനി വഴിയോര കച്ചവടം പോലെ അല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം തൊക്കിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നടക്കും തോറും ഓരോ ഭാഗങ്ങളിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കുരങ്ങന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക്കിനുള്ള ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും ഐസ്ക്രീമോ ചോക്കോബാർ അങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ബിന്നിൽ തന്നെ നിക്ഷേപിക്കേണ്ടതാണ് അതിൻ്റെ കവറുകൾ. അവരത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഒരാൾ ചെയ്യുന്നത് എന്നാൽ വേറെ ആൾക്കാരുകളും ചെയ്യും. ഇതാണ് നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന രീതി. എന്ത് രസമല്ലേ. നമുക്ക് ഇച്ചിരി ടോപ്പിലൊക്കെ കയറി സ്റ്റെപ്പ് കയറി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ കയറി കാണാൻ പറ്റും. നമുക്ക് സ്റ്റെപ്പ് കയറി ഒരു ചെന്ന് കാണുക. ഈ സൈഡിൽ നിന്ന് നോക്കുന്തോറും ഇങ്ങനെ നല്ല രീതിയിൽ കാണാൻ പറ്റുമല്ലോ. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും മുകളിൽ നിന്ന്. വന്ന ആളുകളൊക്കെ ചുവരെഴുത്ത് നടത്തിയിട്ടുണ്ട്. അവിടെ ഓരോ ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനെന്തായാലും എൻ്റെ പേര് എഴുതിയിട്ടില്ല. വേറെ എന്നുള്ളത് എന്തിനാണൊരു നല്ലൊരു സ്ഥലം നശിപ്പിക്കുന്നത് എന്താർത്താണ് ഞാൻ എഴുതാറ്. ഉണ്ടോ എന്ത് രസമല്ലേ. നല്ല പച്ചപ്പ് നിറഞ്ഞ് ഇടുക്കി ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ അഡ്വഞ്ചറായിട്ടുള്ള കാര്യങ്ങളും നടത്തുന്നുണ്ട് സൈഡ് പാർക്കിലായിട്ട്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ന്യൂസ്